ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ എന്താ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു അൺബോക്സിങ്ങും റിവ്യൂ ആണ്. നമുക്ക് കയ്യിൽ തന്നെ ക്യാരി ചെയ്ത് പറ്റാവുന്ന ഒരു കിടിലൻ ബ്ലൂടൂത്ത് സ്പീക്കറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ഇത് റീസെൻ്റായിട്ട് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് ക്വാണ്ടം സോണോട്രിക്സ് 5 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ ഇത് ആമസോണിൽ ഈ ഒരു ഇടയ്ക്ക് ഓഫറിന് ഞാൻ മേടിച്ചാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 800 റുപ്പീസാണ്. അപ്പോൾ അതൊരു ലൈറ്റിംഗ് ഡീലാണ്, നമ്മുടെ ആമസോണിൽ കിട്ടുന്നൊരു ഓഫറാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഡീലിൽ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ 800 ആ ഒരു പ്രൈസിന് ഇത് ഒരു വെർത്തായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ സ്പെക്സ്, അതായത് ഫ്യൂച്ചേഴ്സൊക്കെ നല്ല ഫ്യൂച്ചേഴ്സാണ്. അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഒന്ന് അൺബോക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, ഞാനിത് 1 വീക്ക് യൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ 1 വീക്ക് യൂസേജിൻ്റെ ആ ഒരു റിവ്യൂയും കൂടി ഞാൻ പറയാം. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കൂടി ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിതിൽ ഒരു ബോക്സ് വരുന്നുണ്ട്. അതേമാതിരി അതിൻ്റെ താഴെ നമുക്ക് നമ്മുടെ സ്പീക്കർ വരുന്നുണ്ട്. അത്യാവശ്യം ഒരു നല്ല വെയിറ്റ് ഉണ്ട്. അതേമാതിരി തന്നെ ഒരു പ്രീമിയം ലുക്ക് ഉണ്ട്. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ബോക്സിലൊന്നുമില്ല, അപ്പോൾ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് സ്പീക്കർ. അതേമാതിരി തന്നെ ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ അതിലായിരിക്കും അതിൻ്റെ ചാർജിങ്ങിൻ്റെ കേബിളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ബോക്സ് തുറന്നപ്പോൾ നമുക്ക് അതിൽ വരുന്നത് ഒരു യൂസർ മാനുവൽ, ഇപ്പോൾ എല്ലാത്തിലുള്ള മാതിരി തന്നെ. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു സ്കാൻ ചെയ്ത് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ അതേമാതിരി തന്നെ ഫേസ്ബുക്കിൻ്റെയൊക്കെ അക്കൗണ്ടിലേക്ക് പോകാനുള്ള ഒരു സ്കാൻ QR കോഡ് ഒരു തന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് ചാർജിങ് കേബിളും അതേമാതിരി തന്നെ ഓക്സ് കേബിളാണ്. അപ്പോൾ അതിൽ ഇവർ ഓക്സ് കേബിൾ ഇതിൽ തന്നിട്ടുണ്ട്. അതേമാതിരി ചാർജിങ് കേബിൾ സാധാ മൈക്രോ ടൈപ്പാണ്. അപ്പോൾ ഈ ബോക്സിലുള്ളത് ഈ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിലോട്ട് വരാം. അപ്പോൾ അതിൻ്റെ ഫ്യൂച്ചേഴ്സൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ബ്ലൂടൂത്തിൻ്റെ കാര്യത്തിൽ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ കാര്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി എന്നൊക്കെ പറയാൻ ഈ ഒരു പ്രൈസിൻ്റെ അത്രയുള്ള ഒരു നൈസാണ്. കാരണം അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി, അതേമാതിരി തന്നെ ആ ഒരു പ്ലാസ്റ്റിക്കുള്ള ആ ഭാഗത്ത് അതിൽ റബ്ബർ വെച്ചിട്ട് ഒരു കവറിങ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണാലും അത്ര വലിയ സീനൊന്നുമില്ല. പിന്നെ ഒരു ഹാങ്ങിങ്ങിൻ്റെ സംഭവമുണ്ട്. അപ്പോൾ അത് റബ്ബറാണ്. ആ ഒരു സംഭവം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വീണാൽ അത്ര പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നത് ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ ചാർജിങ്, അതേമാതിരി തന്നെ ഓക്സ് കേബിൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം മെമ്മറി കാർഡ്, ഓക്സ്, USB, പിന്നെ ചാർജിങ് പോർട്ട്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് അങ്ങനെ വരുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് സാധാരണ പവർ ഓൺ ബട്ടൺ, അതേമാതിരി തന്നെ മോഡ്, ഓക്സ് മാറ്റുന്ന, അതേമാതിരി ഓക്സ് ബ്ലൂടൂത്തൊക്കെ മാറ്റുന്നത്, പിന്നെ വോളിയം ഡൗൺ ബട്ടൺ, പൗസ് പ്ലേ ബട്ടൺ, അങ്ങനത്തെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇനി ഫ്യൂച്ചേഴ്സ് നമുക്ക് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് 5.0 ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മാക്സ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 വാട്ടാണ്. അതേമാതിരി തന്നെ ബാറ്ററി 2000 mAh ഉണ്ട്. അപ്പോൾ ആ 2000 mAh നമുക്ക് 19 hours പ്ലേ ടൈം കിട്ടുന്നുണ്ട്. 70% വോളിയത്തിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് 19 hours വരെ നമുക്ക് പ്ലേ ടൈം കിട്ടും. അപ്പോൾ ഈ ഒരു പ്രൈസിൽ ഇതന്നെ ധാരാളമാണ്. 19 hours പ്ലേ ടൈം എന്ന് പറയുന്നത് തന്നെ ധാരാളമാണ്. ഞാൻ തന്നെ യൂസ് ചെയ്ത് നോക്കി. ഞാനിപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പാട്ട് നമുക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും. കണ്ടിന്യൂസ് മീൻസ് എപ്പോഴും അല്ല, എന്നാലും നമ്മൾ ഒരു സ്പെസിഫിക് ടൈമിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നാലും ഞാൻ അങ്ങനെയൊന്നും ചാർജ് ചെയ്യുന്നില്ല. 2-3 ദിവസം ഗ്യാപ്പ് വിട്ടിട്ടാണ് ഞാൻ ചാർജ് ചെയ്യാനുള്ളൂ. അപ്പോൾ എനിക്ക് അതൊരു നല്ലൊരു ബെനിഫിറ്റായിട്ട് തോന്നി ഈ ഒരു പ്രൈസിൽ. അതേമാതിരി തന്നെ ഇനി നമുക്കിതിൻ്റെ ഒരു സൗണ്ട് ടെസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഒരു സാമ്പിൾ വീഡിയോ കാണിച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഞാൻ മെയിനായിട്ടുള്ളൊരു ഫ്യൂച്ചർ ഞാൻ ഇതിൽ വിട്ടുപോയി. ഇതൊരു വാട്ടർ പ്രൂഫാണ്. അപ്പോൾ അത് ഞാൻ പറയാൻ മറന്നുപോയി. IPX7 വരുന്ന ഒരു വാട്ടർ പ്രൂഫ് ബ്ലൂടൂത്ത് സ്പീക്കർ കൂടിയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് ഞാൻ എടുത്തു പറയുകയാണ്, ഈ ഒരു പ്രൈസിൽ വാട്ടർ പ്രൂഫ് കൂടിയാണ്. അപ്പോൾ അതും ഒരു ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ അതുമായിട്ട് ടെസ്റ്റൊന്നും ചെയ്തിട്ടില്ല.
അപ്പോൾ എന്തായാലും കമ്പനി പറയുന്നത് വാട്ടർ പ്രൂഫാണെന്ന്. അപ്പോൾ എന്തായാലും സാധനം കിടിലനാണ് ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ.